അപ്പോൾ എന്തിനാണ് ആ കാലം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു. എന്തിനാണ് ഇപ്പോൾ വികസനമുണ്ടല്ലോ, വികസനത്തെക്കുറിച്ച് 100 നാവിൽ പറയാൻ കഴിയുമെന്ന് തന്നെ ഒരു വശത്ത് കൂടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുന്നുണ്ട്. എന്നാൽ പിന്നെ വികസനം പറയുന്നേ, വികസനം പറഞ്ഞ് വോട്ട് വാങ്ങൂ. എന്തിനാണ് ഈ വർഗീയത പറയുന്നത്? വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വർഗീയതയിൽ മൗനം പാലിക്കുകയും ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് വേറൊരു രൂപത്തിൽ വിഭജനം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ ആദ്യം ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, ഇന്നിപ്പോൾ പറയുന്നത് കുറച്ചുകൂടി മാറ്റുന്നുണ്ട്. അതായത് ലീഗ് അടക്കമുള്ള മുസ്ലിം ന്യൂനപക്ഷത്തെ എതിർക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസാണ്. കോൺഗ്രസിന്റെ നിലപാട് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് സമർത്ഥിക്കാനുള്ള ശ്രമമാണെന്ന് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. പക്ഷേ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ AK ബാലൻ വായ തുറന്നാൽ പാർട്ടിക്ക് വോട്ട് പോകുമെന്നൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ഈ പ്രതികരണം അനാവശ്യവും അസ്ഥാനത്തായിരുന്നു AK ബാലന്റെ പ്രതികരണം എന്നുള്ള നിലപാടാണ് ജില്ലാ കമ്മിറ്റി എടുത്തിരിക്കുന്നത്. പാർട്ടി എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഇനി മുന്നോട്ട് പോകാനിരിക്കുന്നത്? ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണോ? AK ബാലനെ ശരിവെക്കുകയാണെങ്കിൽ AK ബാലന് ഇനിയും പറയാം എന്നുകൂടിയാണ്. AK ബാലൻ മാത്രമല്ല, നേരത്തെയും വിജയരാഘവൻ്റേതടക്കമുള്ള പ്രതികരണങ്ങൾ ഇന്നലത്തെ ചർച്ചയിൽ നമ്മളടക്കം പറഞ്ഞിട്ടുള്ളതാണ്. വിജയരാഘവനും ഇത്തരത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകൾ മുമ്പ് നടത്തിയിട്ടുള്ളതാണ്. ഇനിയും അത്തരം പ്രസ്താവനകളും പ്രതികരണങ്ങളുമാണോ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാനിരിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വികസന നേട്ടങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് വോട്ട് നേടുവെന്നേ. ഇപ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണങ്ങളിലെ പൊള്ളത്തരം ചൂണ്ടിക്കാണിക്കൂ. നിങ്ങൾ അത് ചെയ്തില്ല, നിങ്ങളുടെ ആ കാലത്ത് ഇത് ചെയ്തില്ല, ഞങ്ങൾ ഇത് ചെയ്ത് കാണിക്കുന്നു. ഈ 10 വർഷം കൊണ്ട് ചെയ്ത കാര്യമുണ്ടല്ലോ, വെറും 5 വർഷമല്ലോ, 10 വർഷത്തെ നേട്ടങ്ങളല്ലേ എണ്ണി കാണിക്കാനുള്ളത്. അത് പറഞ്ഞ് വോട്ട് വാങ്ങിക്കണം. എന്തിനാണ് ഈ പ്രതികരണം നടത്തുന്നത്?